രണ്ട് മുട്ട പൊട്ടി, രണ്ട് മുട്ട പൊട്ടി, രണ്ട് മുട്ട പൊട്ടി, എൻ്റെ രണ്ട് മുട്ട പൊട്ടി. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജത്തി അനുജന്മാർക്കും നമസ്കാരം. ലോറിക്കാരൻ പരക്ക ഓണടിക്കുന്നുണ്ട്. അന്നൊക്കെ ഞാൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് കേട്ടോ, സ്ട്രൈറ്റ്. ആ വ്ളോഗറാന്ന് വെച്ചൊരു കൈയോടലാക്കുന്നുണ്ട്. ഫ്രണ്ട്സിനാണ്ടല്ലോ ധർമ്മശാലക്ക് പോയേട്ടാ. ധർമ്മശാലക്ക് അറിയാലോ, ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് റിമി ടോമീൻ്റെ ലൈവ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്താലും ഇന്ന് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ കുളിച്ച് പിടിച്ച് റെഡിയായി പോകാൻ വേണ്ടി ഇറങ്ങി വീട്ടിലേ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോട്ടാ. ഇന്ന് നല്ല ക്ലൗഡായിരിക്കും. പിന്നെ മറ്റന്നാൾ വേടൻ വരുന്നുണ്ട്. വേടൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനും പോവാട്ടാ. ആ ഇൻഷാ അല്ലാ നോക്കട്ടെ പറ്റുമെങ്കിൽ പോവും. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നേതല്ല നമുക്ക് റിമി ടോമിൻ്റെ ലൈവാണ്. നല്ല തിരക്കായിരിക്കും. ഇവിടെ 8 മണിക്കാന്ന് ഷോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 7 മണിയായി. സാറില്ല പോവാ. അപ്പോൾ തഫീനക്ക് നല്ല ബുൾസൈ ഉണ്ടായിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. കൈകട്ടെ അടട്ടാ പൂവിൻ മാനാടാ ബുൾസൈ ബുൾസൈ. മുട്ടയെല്ലാം പൊട്ടിയിരിക്കുകയാണ്. മുട്ടയെല്ലാം പൊട്ടി. രണ്ട് മുട്ട പൊട്ടി, രണ്ട് മുട്ട പൊട്ടി, രണ്ട് മുട്ട പൊട്ടി, എൻ്റെ രണ്ട് മുട്ട പൊട്ടി. കിട്ടുന്നില്ലല്ലോ. ആ ബാടാ സുന്ദരാ ബാ. അത് എൻ്റെ മോനെ ബാഗ ചെയ്തരിപ്പോയല്ലടോ. മുട്ട പൊട്ടിയാലെന്താ? മുട്ടയാന്നായി പോയി. മുട്ട പൊട്ടിയാലെന്താ? കഴിക്കട്ടെ, കഴിച്ചിട്ട് ഇടുന്നിറങ്ങാം കേട്ടോ. വാ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങലേ കേട്ടോ. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ ബാങ്ക് കൊടുത്തു. സമയം 7:30 7:45 കേട്ടോ. ആ വിടാം. പിന്നെ വീട്ടിൽ മതിൽ കെട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഫ്രണ്ടെല്ലാം ഏകദേശം കെട്ടിക്കഴിഞ്ഞു. കണ്ടോ, ഞാൻ പകൽ കാണിച്ചു തരാം. പിന്നെ ഇതാ നമ്മളെ മിന്നാമിനിങ് സ്ട്രീറ്റ് ലൈറ്റ്. ഇതാണ് നമ്മളെ മിന്നാമിനിങ് സ്ട്രീറ്റ് ലൈറ്റ്. ഇത് ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ. മിന്നാമിനുങ്ങ് കണ്ട മിന്നുന്നതല്ലേ. ഇതാണ് നമ്മളെ മിന്നാങ്ങ്. കുറേ കാലമായി ഇതിങ്ങനെ മിന്നുന്നു. ഇടയ്ക്കപ്പോൾ ശരിയായി, പിന്നെ വീണ്ടും മിന്നാൻ തുടങ്ങി. ഇതെപ്പം നിൽക്കുമെന്ന് അറിയില്ല. ഒന്നെങ്കിൽ ഇത് ഫുള്ളായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഇത് ശരിയാവണം. കത്തി നിൽക്കണം. ഒന്നെങ്കിൽ ഇത് കത്തി നിൽക്കണം, അല്ലെങ്കിൽ കത്താണ്ട് നിൽക്കണം. പോവാം. കണ്ടോ, 8 മണിക്ക് തുടങ്ങുന്നതായി. ഇപ്പോൾ 7:45 കഴിഞ്ഞ് 8 മണിയായി. തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് അറിയില്ല. തുടങ്ങിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. 8 മണി ആവാൻ പോകുന്നു. ഇല്ല, ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവില്ല. 8 മണിക്ക് തുടങ്ങും. 8 മണിക്കാണ് കണ്ടേ. 8 മണി ദിവസവും പരിപാടി ഉണ്ട് കേട്ടോ. അവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതെന്ന് പോയിക്കോ. ദിവസവും അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഫ്രീ എൻട്രി ആണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പാസ്സൊന്നുമില്ല, പൈസ ഒന്നും വേണ്ട. ഫ്രീ എൻട്രി. ഹാപ്പിനെസ് ഫെസ്റ്റിവൽ കേട്ടോ. ഓക്കെ, ഫ്രീ എൻട്രി ആണ്. ആർക്കും പോവാം. പിന്നെ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, തുടങ്ങരുത്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വാ, അടുത്തിട്ടാണ് കേട്ടോ. അള്ളാൻ്റെ മക്കളെ അതിലൂട്ട് പോകുന്നത് നഷ്ടാട്ടോ. പണി
പണി കിട്ടും. കാരണം താവം പാലത്തിൻ്റെ മുകളിൽ താറിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്, അത് ക്ലോസാണ്. അപ്പോൾ അപ്പുറത്തേ പോകണം. ഒരു പോക്കറ്റ് റോഡ് വഴിയാണ് പോകേണ്ടത്, പക്ഷെ നല്ല ബ്ലോക്കായിരിക്കും. ഞാൻ ഇന്നലെ അതിലൂടെ പോകുമ്പോൾ നല്ല ബ്ലോക്കാണ്, പണി കിട്ടും. അപ്പോൾ അതിലോട്ട് പോയാൽ ശരിയാവില്ല. നമുക്ക് ഇപ്പോഴത്തേ പോയാലോ, പട്ടുവം വഴി അങ്ങനെ പോവാം അല്ലേ, അതാ നല്ലത്. ഞാൻ വളയ്ക്കാം. ഞാൻ നെരുവമ്പുറത്തേരോ വണ്ടി വളച്ച്, അപ്പോൾ അതിലോട്ട് പോയാൽ ശരിയാവില്ല, കുറേ ലേറ്റ് ആവും, ബ്ലോക്കിൽ കൂടും. എന്തായാലും ഭയങ്കര ബ്ലോക്കായിരിക്കും. പിന്നെ അന്ന് രാത്രി ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നെ 11 മണി ആ സമയത്ത് വരെ വണ്ടിയുണ്ട്, ബ്ലോക്കാണ്. രാത്രി ആ സമയത്ത് വരും ബ്ലോക്കാണെങ്കിൽ ഈ സമയത്ത് പിന്നെ പറയണ്ടല്ലോ. ഈ സമയത്ത് ഞാൻ പാസ്സായിനി, ഈ സമയത്ത് ഞാൻ അതിലോട്ട് പോയി, ബ്ലോക്കായിരുന്നു. റിസ്കിന് നിൽക്കാൻ കഴിയില്ല, ഇപ്പോഴേ എത്താൻ കഴിയില്ല. എനിക്കാണ് നല്ലത് ഇതുവഴി അങ്ങനെ സുഖമായിട്ട് പോകുന്നതാണ്. കാര്യം പണി കിട്ടും. അപ്പം നമുക്ക് ഇതിലോട്ട് തന്നെ പോവാം, പട്ടം വഴി അങ്ങനെ കയറാം. അല്ലെങ്കിൽ നേരെ കുപ്പത്തേക്ക് പോയിട്ട് കുപ്പത്ത് ഹൈവേ വഴി പോകാം. അതിനേക്കാൾ നമുക്ക് പട്ടവും വഴി അങ്ങനെ പോയിട്ട് അങ്ങനെ പോകുന്നില്ല നല്ലത്. നോക്കട്ടെ മക്കളെ. അങ്ങനെ ധർമ്മശാലക്ക് എത്തിയട്ടാ. വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട്. വാ നടക്കാം. ഭയങ്കര വണ്ടി. ഈ കാണുന്ന റോഡ് സൈഡിൽ കാണുന്ന വണ്ടിയെല്ലാം ഇല്ലേ, കണ്ടോ? ഫുൾ വണ്ടി ഉണ്ടോ, കംപ്ലീറ്റ് വണ്ടി. ഇവിടുന്നേ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്നേ കംപ്ലീറ്റ് അങ്ങത്തോളം വണ്ടിയാണ്. അതോളം കുറച്ച് നടക്കാനുണ്ട്. ഇന്ന് ഭയങ്കര ആൾക്കാരാട്ടോ, ഭയങ്കര ഇഷ്ടം. എന്താ അവസ്ഥ അറിയില്ല. അപ്പുറ സൈഡിലേക്കൂടെ നടക്കാം, ഇപ്പുറ സൈഡിലേക്കൂടെ നടക്കാം. ഓക്കെ, വണ്ടിയൊക്കെ ഫുള്ള് കണ്ടോ, റോഡ് സൈഡിൽ കംപ്ലീറ്റ് വണ്ടി. ഞാൻ അവിടെ എന്താ അവസ്ഥ എന്നറിയില്ല. അവിടെ അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയോ? ഫ്രീ എൻട്രി ഫ്രീ ആയതുകൊണ്ടോ? ഫ്രീ എൻട്രി അല്ലേ, നല്ല ആളുണ്ടാവും. ഫ്രീ എൻട്രി ആയതുകൊണ്ട് ഇവിടെത്തി. മാങ്ങാട്ടുപറമ്പ് ഇത് നമ്മൾ NH66 എന്താ പാസ്സാകും. പോലീസുകാരിലുണ്ട്. വേഗം കിടക്കണം പോലും. നമുക്ക് ഇതിനുള്ളിലേക്കൂടെ പോകണ്ട. കുറച്ച് നടന്നേ പറ്റൂ. കാരണം അങ്ങോട്ട് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ പെട്ടുപോകും. അങ്ങോട്ട് വണ്ടി എടുത്തിട്ട് പോയിട്ട് കാര്യമില്ല, പെടും എന്തായാലും. പെടും. എന്നാൽ നീല കളറിലും വരുന്ന വെഹിക്കിൽ വണ്ടീൻ്റെയാ അല്ല, ഇത് പെയിൻറ്റ്. അങ്ങനെ പറ, വണ്ടി ഞാൻ ലൈറ്റിരിക്കും. വെക്കുന്നത് നീല കളറും ഭയങ്കര. നടക്കൽ തന്നെ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ അടുത്തു. എവിടെ പോണോ? ഒരിടവഴിയുണ്ട്, ഷോർട്ട് കട്ട് പിടിക്കാം. ഷോർട്ട് കട്ട് കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സൈഡിലൂട്ട് ഒരിടവഴി. കോഫി ഹൗസ് കാണിച്ചാണല്ലോ പറയണ്ടത്. ഇതാണ് എന്നാ ഇവിടെയുള്ള ഇന്ത്യൻ കോഫി ഹൗസ്. അപ്പോൾ ഈ ഇടയിലോട്ട് ഇങ്ങനെ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരിടയിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ പോവാം. ആൾക്കാരുടെ ഇതിലോട്ട് തന്നെ പോകുന്നു, തോന്നില്ലേ? ആൾക്കാരുടെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ റോഡ് കയറി അങ്ങോട്ടേക്കാ. ആൾക്കാരെല്ലാം വരിവരായിട്ട് അപ്പുറത്തിപ്പുറത്തേക്ക് ഇങ്ങനെ പോയാട്ടോ. എന്താ ഫുൾ ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻ ഇതൊക്കെ ഷാർന്നാരോ കനകന ആ ബിൽഡിങ്ങിൽ പണിയെടുക്കുന്നുണ്ട്. കണ ഞാൻ കളർഫുള്ള് മുഞ്ചി തികന്നൊരു കല്യാണരാവ്. ഷർട്ട് വെക്കുന്നുണ്ട് ഇവിടെ. ഷർട്ടിൻ്റെ സ്റ്റാള്. ടീഷർട്ട് ഡെക്കറേഷൻ ഡീലോട്ട് നടക്കാൻ നല്ല രസമുണ്ടല്ലേ. ഡെക്കറേഷൻ ഡീലോട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയല്ലേ. നല്ല ആൾക്കാരാണ് ഇവിടെ നിന്ന്. അപ്പം മറ്റന്നാൾ വേടം വരുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ജനറേറ്റ് അപ്പോൾ വേടം വരുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മറ്റന്നാൾ അതും ഫ്രീ എൻട്രി. ഭയങ്കര ആളായിരിക്കും, നിൽക്കാനും നടക്കാനും സ്ഥലം ഉണ്ടാവില്ല. അതിൽ ഇന്നത്തെ ഇത് കഴിയട്ടെ.
അല്ലേ? ഇന്നങ്ങനെ ഉണ്ടോ നോക്കട്ടെ പരിപാടി. ഞാൻ മിന്നാന്ന് വന്നിന് കേട്ടോ. മിന്നാണ്ട് പിന്നെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. മിന്നാന്ന് വന്നിട്ട് ജസ്റ്റ് കുറച്ചേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് വന്നിട്ട് ഞാൻ പോയി. മിന്നാന്നും ആളുണ്ട്, ഫുൾ ആളാണ്. ഈ സീറ്റെല്ലാം കംപ്ലീറ്റ് ആണ്. പിന്നെയും ആളുണ്ട്, കംപ്ലീറ്റ് ആളുണ്ട്. അപ്പോൾ ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ, അപ്പോൾ മറ്റന്നാളത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇതിലൂടെ നടക്കുന്നവരിൽ ഉരുണ്ട് വരുന്ന മെല്ലെ മെല്ലെ നടക്കുന്നപ്പോൾ ഞാൻ ഓട്ടേക്ക് തോട്ടേക്ക് ഇത് കയറിയിട്ട് പോയി. ആർപ്പഴം നടന്നതിനാൽ റിമി ടോമിൻ്റെ ഗാനങ്ങൾ കഴിയും ആടത്തുമ്പോഴത്തേക്ക്. അല്ല ഫുള്ള് കംപ്ലീറ്റ് വണ്ടിയും ആൾക്കാരും. എന്താ അവസ്ഥ? എൻട്രൻസ് എത്തി, എൻട്രൻസ് ഇതാ. അല്ല അങ്ങോട്ടേക്കാണ്, അങ്ങോട്ട് കാണിച്ചരാ ഇതാ. ഇനി എത്രത്തോളം വീഡിയോ കാണിച്ചുതരാൻ, വീഡിയോയിൽ കാണാൻ കഴിയുമെന്ന് അറിയില്ല. പാട്ടിലുണ്ടെങ്കിൽ പ്രശ്നമാണ്. വരാൻ നോക്കാം വേണ്ട. പോകുന്നുണ്ടോ? നേരെ സ്റ്റേജിലേക്കകത്താ. സ്റ്റേജിലെന്തോ പരിപാടി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് റിമി ടോമിൻ്റെ ഗാനം അവിടെ തുടങ്ങിയിട്ടില്ല കേട്ടോ. റിമി ടോമിൻ്റെ പരിപാടി തുടങ്ങിയിട്ടില്ല. മുടി എന്തെങ്കിലും വെക്കുന്നു. സെറ്റ് റിമി ടോമിൻ്റെ ഗാനം തുടങ്ങിയില്ല. സ്റ്റേജിലെന്തോ പിന്നെ ഇത് നടക്കുന്നുണ്ട്, അത്ര പ്രസംഗവും കാര്യങ്ങളെല്ലാം എന്തോ നടക്കുന്നുണ്ട്. തുടങ്ങിയില്ല. ഇതാ സസന്തോഷം തലപ്പറമ്പ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ കേട്ടോ. നാടിൻ്റെ ജനകീയോത്സവം, ഹാപ്പിനെസ് ഫെസ്റ്റിവൽ. ഇതങ്ങ സ്റ്റേജ് പ്രസംഗം നടക്കുന്നുണ്ട്. പ്രസംഗം ഭാഗമാണ്. ആ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെയും പിന്തുണ വേണമെന്നും ഒന്നുകൂടി ആവർത്തിച്ചു പറയട്ടെ. ഇന്ത്യയുടെ അതിന്റെ ഭാഗമായി ആൾക്കാർ കണ്ടോ? ഫുള്ളാളോ, കംപ്ലീറ്റ് ആളോ. ആഹ്ലാദപരമായ ജീവിതത്തിന്റെ കവാടമായി നമുക്ക് തളിപ്പറമ്പിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് പറയുന്നേക്കുന്നില്ല. തലപ്പുറമിന്റെ വലിയൊരു പരിപാടി. 10,00,000 ആളുകളാണ് പങ്കെടുത്തത്. രണ്ടാമത്തെ പ്രാവശ്യം 11 ലക്ഷം ആളുകളാണ്. ഫ്രണ്ടിലെ ഫ്രണ്ടിലെ കസേര ഫുള്ളാണ് കേട്ടോ. അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂല കേട്ടോ. പാട്ടിലുണ്ട് ഇങ്ങനെ അടക്ക് കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ തന്നെ സന്തോഷാത്മകമായ, അതായത് റിമി ടോമി വരുമ്പോഴല്ലോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, കുറച്ച് കഴിയുമ്പോൾ ഡാൻസ് കളിച്ചിട്ട് ഫുൾ പൊടിയായിരിക്കും. പൊടിവാറിലായിരിക്കും. ശബ്ദമുയർത്തുന്ന കേരളത്തിലെ യുവജന സാമൂഹ്യ പോരാട്ടങ്ങളുടെ മുൻനിര പോരാളി. പ്രസംഗം തീരട്ടെ വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് വന്നു. എൻട്രൻസിൽ ആളിങ്ങനെ കയറിക്കൊണ്ട് കയറിപ്പോയാണ്. ഞങ്ങളുടെ പുറത്തെത്തുമ്പോഴത്തേക്ക് പ്രസംഗം കഴിഞ്ഞ് സ്റ്റേ വന്ന് കസേരയിലെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കോ അവനാടാൻ നിന്നിട്ട് പ്രസംഗം കാണണ്ടേ, അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടേക്കോ. ഇപ്പം തുടങ്ങും തുടങ്ങുമ്പോൾ പോവാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലപ്പോൾ വേടൻ്റെ പരസ്യം. ഫെബ്രുവരി 19 രാത്രി 8 മണിക്ക് കേട്ടോ. ഫെബ്രുവരി 19 രാത്രി 8 മണിക്ക്. ഇന്ന് 17 കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തേക്ക് 5 ദിവസമായി. 5 ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഓരോ ദിവസവും ഓരോ പരിപാടികൾ കേട്ടോ. എനക്കൊന്ന് ഇന്ന് മുതൽ നല്ല ആളായിരിക്കും, ഭയങ്കര ആളായിരിക്കും. അല്ലെങ്കിൽ നല്ല ആളാണ്, പക്ഷെ ഇന്നതൊരു ഭയങ്കര ആളായിരിക്കും. കയറാം. പാട്ട് ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. പാട്ട് കാണിച്ചു തരാം എന്തായാലും. കഷ്ണം കാണിക്കാം പരമാവധി. ഓക്കെ,
പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജത്തി അനുജന്മാർക്കും നമസ്കാരം. കഴിഞ്ഞ് പോക്കായി മക്കളെ പോക്കായി. ഇവിടുന്ന് വിടാട്ടോ. സമയം എന്താ അറിയാ? സമയം 11:29 കേട്ടോ. 11:30 മണി. ഓയ് 11:30 മണി. അടിപൊളി പരിപാടി കേട്ടോ. നൈസാ, നല്ല കിട്ടണം പോലത്തെ പരിപാടി. സൂപ്പർ പരിപാടി, മോശമില്ല, അടിപൊളി, മോശമില്ലാത്ത പരിപാടി. വണ്ടിൻ്റെ അടുത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. എൻ്റെ കാലിൻ്റെ അടപ്പ് പൊട്ടി, ഒരേ നിർത്തായിരുന്നു. പിന്നെ ഇരിക്കാൻ പറ്റിയില്ലല്ലോ, എപ്പം നിൽക്കാൻ തുടങ്ങിയതോ. ഇപ്പം നടത്തു. ഇരുട്ടേ പോക്ക്. ഇരുട്ടേ പോവാം. നൃത്തം കഴിഞ്ഞിട്ട് ഇപ്പം നടത്തോ. നേരെ വണ്ടിൻ്റെ അടുത്തേക്ക് പോട്ടെ. ഓക്കെ. എൻ്റെ മക്കളെ കാല് ശരിക്കും പറഞ്ഞാലല്ലോ, വണ്ടി അങ്ങോട്ട് വെക്കായിരുന്നു. പിന്നെ വണ്ടി അവിടെ നിന്ന് വെക്കാൻ സ്ഥലവുമില്ല. ആ പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് എടുക്കും. സ്ഥലമില്ലാണ്ട് പിന്നെ അവിടെ നിന്ന് ആദ്യം തിരിച്ചു വരണ്ടല്ലോ. അതുകൊണ്ടത് പിന്നെ വണ്ടി അങ്ങോട്ടേക്ക് എടുക്കാൻ. കുറച്ച് നടക്കാൻ സീന് കുഴപ്പമൊന്നുമില്ല. വിശക്കുന്ന നല്ല വിശപ്പുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് തഫി ഉണ്ടാക്കി തന്നെ ബുൾസൈയും കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഫുഡ് കഴിക്കണോ? എവിടെ പോകണ്ടി നോക്കട്ടെ. എവിടെയും പോയി ഫുഡ് കഴിക്കണോ? കഴിച്ചാൽ പറ്റും. വിശക്കുന്നേ നോപ്പുറം കിടക്കാൻ കഴിഞ്ഞില്ലാതെ. അടുത്തില്ല. മാമാ എന്താന്ന് ഒറ്റക്കല്ലോ? മാമനാണ് മാമൻ. ആ വർഷം തുടങ്ങുമ്പോണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായി നമ്മളെ മാമനെ കണ്ടു. എന്താന്ന് വിശേഷം? ചെക്കനെല്ലാം എടുത്തു? കൂട്ടിയിട്ടില്ലേ? കൂട്ടിയിട്ടില്ല. ചങ്ങനെ നടന്നിട്ട് എത്തുന്നില്ലല്ലേ? എന്തടേ? കണ്ട് വണ്ടിയുണ്ട്. അങ്ങനെ വണ്ടിയുണ്ട്. എന്താ നായായിട്ടാന്ന് ഒരു ഗുഡ്സിൽ ഇരുന്നിട്ട് ആൾക്കാർ. പെണ്ണുങ്ങൾ ഫുള്ള് ഒച്ചയാക്കുന്നു. ബനാലേ ഒരു പൂ തരാമോ, ബനാലേ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിനാൾ വരണ്ടേ, ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ. വണ്ടിയെടുത്ത് പോവാം കേട്ടോ. നേരെ ഏതെങ്കിലും ഹോട്ടൽ എവിടെയെങ്കിലും ചവിട്ടിട്ടോ. ഓക്കെ. അങ്ങനെ പാവശ്ശേരി എത്തി. എന്താ പുട്ടും ബുൾസയും കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട് മക്കളെ. ഇതിലെന്താ അവസ്ഥ? കേട്ടെ, നല്ല വിശപ്പുണ്ട്. കുട്ടനെ വിശപ്പ്. ഇങ്ങനെ എടുത്തിട്ട് പുട്ടും ബീഫും ബുൾസയും. ഉള്ളിട്ടിനട്ടോ. ഉള്ളിയും സവാള
കഴിക്കട്ടെ, ഒരു ചായ കുറട്ടെ. ഒരു ചായ വേണേ, മധുരം കുറവേ. മധുരം കുറവ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ശീലിച്ചാന്നല്ല. അങ്ങനെ ഞാൻ താവത്തെത്തിയേട്ടാ. പിന്നെ പാപ്പനശ്ശേരി പാലം പണിയെടുക്കുന്നുണ്ട് കേട്ടോ. പാലത്തിൻ്റെ മുകളിൽ താറിങ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ താവത്തു. അപ്പോൾ ഞാൻ പാപ്പനശ്ശേരി ഇങ്ങനെ വന്നു വെച്ചാൽ പാപ്പനശ്ശേരി പാലത്തിൻ്റെ താഴത്തെ കൂടി റോഡുണ്ട്. അതായത് അണ്ടർ ബ്രിഡ്ജിലൂട്ട് താഴെ പാലത്തിൻ്റെ താഴെ അണ്ടർ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതിലൂട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ താവത്തിതാ ഇതാണ് അവസ്ഥ. കണ്ട റോഡ് ക്ലോസ് ടേക്ക് ഡൈവേർഷൻ പഴയങ്ങാടി ഇങ്ങോട്ടേക്ക്. എവിടെയാണ് പായിച്ചിട്ട് വരുന്നത്? ചവിട്ടി ഇളക്കിയിട്ടാ. എവിടെയാണ് പോകുന്നത്? ആ കാറെടുത്തേക്കാണ് പോയിനി. ഇങ്ങോട്ടേക്കാണ് പോകുന്നു. നോക്കട്ടെ, ചാശി വിടുന്നുണ്ടാവും. പാലത്തിനടിയിലോട്ട് അങ്ങോട്ട് പോകുന്ന പള്ളിക്കരയിലേക്കാറ്റം പോകുന്ന. വെറുതെ അല്ല ഇത്ര സ്പീഡിൽ ചാടിച്ചിന്. അപ്പോൾ നമുക്ക് ഈ റോഡാണ് പോകേണ്ടത്. ഈ റോഡ് മിന്നാന്ന് ഒരു 11 മണിക്കെല്ലാം 10:30 മണി ആ സമയത്തെല്ലാം 10:30-11 മണിക്കെല്ലാം നല്ല ബ്ലോക്കായിരുന്നു മിന്നാന്ന്. ഇന്നിപ്പോൾ വണ്ടിയൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ പിന്നെ 21-ാം തീയതി പ്രോഗ്രാം ഉണ്ട് കേട്ടോ. കല്യാണ പ്രോഗ്രാം ഉണ്ട്, ഗാനമേള. പൊടി 2-3 വണ്ടി വരുമ്പോൾ തന്നെ പൊടിയായി. ഞാനും തൃശ്ശൂരം കാണാൻ. ഈ ലോറി ദേശി എരുവരം വന്നിട്ട് പോക്ക്. ശരിക്കും പിരാത്രി എന്ന് അങ്ങനെ തലപ്പുറം വഴി കണ്ണൂരേക്ക് പോയാൽ മതി. കണ്ടോ, ഇത് നമ്മളെ ഏഴോം റോഡിലേക്ക് വളർക്കുന്നുണ്ടാവും. ഇതുവഴി അങ്ങനെ തലപ്പുറം പോയിട്ട് കണ്ണൂർ പോകാൻ വേണ്ടിയിട്ട്. കണ്ടു, ഇവിടെ ബോർഡ് വെച്ചിട്ട് കാണുമ്പോൾ അങ്ങനെ പോകും. ശരിക്കും പിലാത്തറേന്ന് അങ്ങനെ അതുവഴി അങ്ങനെ പോയാൽ മതി. ഹൈവേ വഴി അങ്ങനെ പോയാൽ മതിയായിരുന്നു. പണ്ടേ അങ്ങനെയല്ലേ പോക്ക്. എന്താ ലോറി പോകുന്നുണ്ടോ? നമ്മളെ ഇവിടുന്ന് എരിയടുത്തുനിന്ന് നേരെ തലപ്പുറമ്പ് റോഡ്, അതായത് ഏഴോം റോഡ്, അങ്ങനെ തലപ്പുറമ്പിലേക്ക് ഉണ്ടോ. ശരിക്കും പിലാത്തറയിൽ പറയാൻ നിൽക്കുന്നുണ്ടാവും പോലീസുകാർ അരങ്ങായിട്ട് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ആളുണ്ടാവില്ല ഒരു. പക്ഷേ അതായിരിക്കും ലോറിയെല്ലാം ഇങ്ങനെ എടുത്ത്. ഇന്നലെ ഞാൻ ഇതേപോലെ ഇവിടെത്തുമ്പോൾ ചോദിച്ചെന്നോട് വലിയ ലോറി അവിടെ നിർത്തിയിട്ട് വെച്ച് കണ്ണൂരൊക്കെ എങ്ങനെയാണ് പോക്കുന്നത്, എങ്ങനെയാണ് പോകേണ്ടത്? ഞാൻ ഈലൂട്ടെ വേണ്ടിയിട്ട് ഈലൂട്ടെ വരാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി. ബോർഡ് കണ്ടിട്ടുണ്ടാവില്ല, എന്തായാലും അവിടെ ഒരു ബോർഡ് വെക്കാൻ സാധ്യത ഉണ്ട്. മുമ്പേ ഇങ്ങനെ എന്തെങ്കിലും പാലത്തിനെല്ലാം പണിയുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടല്ലല്ലോ. മുമ്പേ പാലത്തിൻ്റെ പണികളുണ്ടെങ്കിൽ ബോർഡ് വെക്കലുണ്ട് പിലാത്ര. അല്ലെങ്കിൽ പിലാത്രയിൽ പോലീസ് ഉണ്ടാവില്ല. ഇങ്ങനെ അതിലൂട്ട് അയക്കാൻ വേണ്ടിക്ക്, ഇങ്ങോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിക്ക്, ഇങ്ങോട്ട് കയറാണ്ട് അതിലൂട്ട് തന്നെ അയക്കലുണ്ട്. പിലാത്ര നേരെ അങ്ങനെ തലപ്പുറം വഴി കണ്ണൂരേക്ക്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ടായിരിക്കും. ചോദിക്കാനും പറയാനും പാടില്ലാത്തതുകൊണ്ടായിരിക്കും. ഇത് കണ്ട വലിയ ലോറി കണ്ട, വലിയ ഹെവി, വലിയ മറ്റേ KSRTCൻ്റെ സ്ലീപ്പറും മറ്റേ വലിയ ബസ്സിലും ഇല്ലേ സ്ലീപ്പർ ബസ്, അതെല്ലാം ഇതിലൂട്ടിയാണ് പോകുന്നു. ലോറിക്കാരൻ പരക്കെ ഓൺ അടിക്കുന്നുണ്ട്. അന്നൊക്കെ ഞാൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് കേട്ടോ, സ്ട്രൈറ്റ്. ആ വ്ളോഗറാന്ന് വെച്ചൊരു കൈയോടലാക്കുന്നുണ്ട്. ക്യാമറ കണ്ടിട്ട് ഡ്രൈവർ വ്ളോഗറാ. അപ്പോൾ നേരെ വീട്ടിലേക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ കാണാം. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ നമ്മൾ മസ്റ്റ് ചെയ്യുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. നമുക്കതിപ്പോൾ തന്നെ ചെയ്യണം. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അഷ്റഫ് കണ്ണൂർ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് ഫോളോ ചെയ്യും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണാം, നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.